നമസ്കാരം. മഞ്ജു വാര്യർ ഓരോ മലയാളിയുടെയും ഇഷ്ടപ്പെട്ട നടിയാണ്. ഒരു താരം എന്ന് പറയാൻ കഴിയുകയില്ല. ഇംഗ്ലീഷ് നമ്മൾ ദ ഗേൾ നെക്സ്റ്റ് ഡോർ എന്ന് പറയും പോലെ തൊട്ടടുത്ത വീട്ടിലുള്ള നമുക്ക് വളരെ പരിചയമുള്ള അടുപ്പമുള്ള ഒരു പെൺകുട്ടി എന്നുള്ള ഒരു ഫീലാണ് മഞ്ജു വാര്യർ സിനിമയിലെത്തിയ കാലം മുതൽ തന്നെ ഉള്ളത്. അവർ ആദ്യമായി നായികയായി എത്തിയ സല്ലാപത്തിലാണെങ്കിലും പിന്നീട് അങ്ങോട്ട് അഭിനയിച്ച ഒട്ടുമിക്ക ചിത്രങ്ങളിലുമൊക്കെ തന്നെ ഇത്രയും വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവർക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഒരു അഭിനേത്രി എന്നുള്ള നിലയിൽ മഞ്ജു വാര്യരുടെ ഏറ്റവും വലിയ നേട്ടമായി കണക്കാക്കാം. പിന്നീട് വിവാഹശേഷം അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്ന മഞ്ജു വാര്യർ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്ത് തിരിച്ചെത്തിയതൊക്കെ തന്നെ മലയാളി പ്രേക്ഷകർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. മഞ്ജു വാര്യരെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ അവർക്ക് 47 വയസ്സാണ് ഉള്ളത്. മഞ്ജു വാര്യർ ഏറ്റവും സുന്ദരിയായി പ്രത്യക്ഷപ്പെട്ട ചിത്രങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ നീണ്ട നിര തന്നെയുണ്ട്. എങ്കിലും ആറാം തമ്പുരാനിലെ ഉണ്ണിമായയും അതുപോലെ കണ്ണെഴുതി പൊട്ടും തൊട്ടിലെ കഥാപാത്രവും ഒക്കെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തും. ഒരു നാടൻ സുന്ദരിയുടെ ലക്ഷണത്തിനേക്കാളൊക്കെ ഉപരി അതിമനോഹരിയായിട്ടാണ് മഞ്ജു വാര്യർ ചിത്രങ്ങളെ തന്നെ പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം മഞ്ജു വാര്യരുടേതായി പുറത്തിറങ്ങിയ ഒരു ഷോർട്ട് ഫിലിമിലെ അവരുടെ കഥാപാത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയാകുന്നത്. പ്രശസ്ത സംവിധായകനായ രഞ്ജിത്ത് സംവിധാനം ചെയ്ത ഷോർട്ട് ഫിലിമായ ആരോ എന്ന ചിത്രത്തിലെ അവരുടെ ആ മേക്ക് ഓവറാണ് പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്നത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ നിരന്തരമായ കമൻറ്റുകളാണ്. ഈ പ്രായത്തിൽ എത്ര സുന്ദരിയായിരിക്കുന്നു എന്നാണ് ഈ ഷോർട്ട് ഫിലിമിൻ്റെ കമൻറ്റായി പലരും എഴുതിയിരിക്കുന്നത്. 47 വയസ്സ് കഴിഞ്ഞിട്ടും ഇപ്പോഴും അവർ ചുവന്ന പൊട്ട് തൊട്ട് അവർ സാരി ഉടുത്ത് വരുമ്പോൾ എത്ര സുന്ദരിയായിരിക്കുന്നു എന്നാണ് പലരും എഴുതിയിരിക്കുന്നത്. ഏതായാലും മഞ്ജു വാര്യരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ബഹുമതിയായി നമുക്ക് കണക്കാക്കാം. കാരണം ഈ എല്ലാ പ്രായത്തിലും ഉള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം അവർക്ക് ലഭിച്ചിരുന്നു. ഒരുപക്ഷെ ആറാം തമ്പുരാനിലായിരിക്കാം അവർ ഏറ്റവും അധികം ഒരു ശാലീന സുന്ദരിയായി ആദ്യമായി രംഗത്തെത്തി നമുക്ക് പറയാം. പക്ഷേ അതേ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയ രഞ്ജിത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ആരോ എന്ന ചിത്രവും സംവിധാനം ചെയ്തിരിക്കുന്നതെന്നതും പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ ഷോർട്ട് ഫിലിം മഞ്ജു വാര്യരുടെ അഭിനയ ജീവിതത്തിൽ തന്നെ വലിയൊരു വഴിത്തിരിവായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പ്രശസ്ത സംവിധായകനായ ശ്യാമപ്രസാദാണ് ഈ ചിത്രത്തിൽ ആരോയിൽ മഞ്ജു വാര്യർക്കൊപ്പം അഭിനയിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ അയാൾ ഏകാന്തത അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയ വ്യാപാരങ്ങളാണ് അല്ലെങ്കിൽ മനസ്സിൻ്റെ വ്യാപാരങ്ങളൊക്കെ തന്നെയാണ് ഈ 22 മിനിറ്റ് ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിം നൽകുന്നത്. എങ്കിലും മഞ്ജു വാര്യരുടെ പ്രകടനം അത്യുജ്വലം എന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. നെഗറ്റീവ് അവനിടുന്നവരും ഉണ്ട്. എങ്കിൽ പോലും ഭൂരിപക്ഷം പേരും ഈ ചിത്രത്തിലെ മഞ്ജു വാര്യരുടെ പെർഫോമൻസിനെ അഭിനന്ദിക്കുന്നതിനൊപ്പം തന്നെ ഈ 47-ാം വയസ്സിലും അവർ യൗവനം നിലനിർത്തുന്നത് എത്ര സുന്ദരിയായി കാണപ്പെടുന്നു എന്നുള്ള കമൻറ്റുകളാണ് പൊതുവെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. മമ്മൂട്ടി കമ്പനിയാണ് ഈ ഷോർട്ട് ഫിലിം നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിരവധി സിനിമകൾ നിർമ്മിച്ച മമ്മൂട്ടി കമ്പനി ഇത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഷോർട്ട് ഫിലിം നിർമ്മിച്ചിട്ടുള്ളത്. ഇത് യൂട്യൂബിൽ ലഭ്യമാണ്. ഇത് കണ്ട ആളുകളുടെ കമൻറ്റുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും അധികം ചർച്ചയായി മാറുന്നത്. നിരവധി ഫിലിം ഫെസ്റ്റിവലുകളിലേക്കും ഈ ചിത്രം തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒരു പ്രേക്ഷകൻ്റെ കമൻറ്റ്, സംവിധായകൻ്റെ കാഴ്ചയിലാണ് കഥാപാത്രത്തിൻ്റെ സൗന്ദര്യം. ഇത്രയും സുന്ദരിയായി മഞ്ജു വാര്യർ സ്ക്രീനിൽ അവതരിപ്പിക്കാൻ വീണ്ടും രഞ്ജിത്ത് സംവിധായകനാകേണ്ടി വന്നു എന്നാണ് ഒരാൾ കമൻ്റ് ഇട്ടിരിക്കുന്നത്. ഏതായാലും മഞ്ജു വാര്യർ മലയാളത്തിലെ സിനിമാ പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട നടി തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി അരക്കെട്ടുറപ്പിക്കുന്നതാണ് ഈ ആരോ എന്ന ഈ ഷോർട്ട് ഫിലിമിലെ അവരുടെ അഭിനയവും അവരുടെ മേക്ക് ഓവറും എല്ലാം തന്നെ. ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം മഞ്ജു വാര്യർ വീണ്ടും സജീവമാവുകയാണ്. അവരുടെ ഈ ഒരു ഷോർട്ട് ഫിലിമിലൂടെയുള്ള വരവ് പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നു. അവരെല്ലാം ഒരേ സ്ഥലത്ത് തന്നെ പറയുന്നു, മഞ്ജു വാര്യർ എത്ര സുന്ദരിയാണ് ഈ പ്രായത്തിലും എന്ന്.